ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും ആരോപണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യങ്ങൾ പലരുടെയും മനസ്സിൽ വന്നതാണ്. ഒരു പൊട്ടിത്തെറി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പ്രതീക്ഷിച്ചു. എന്നാൽ അത്തരത്തിൽ പ്രതീക്ഷിച്ച പൊട്ടലും ചീറ്റലും ഉണ്ടായില്ല. രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ സൂചനകൾ നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം കമ്മീഷൻ്റെ നിലപാട് നോക്കി തങ്ങളുടെ പ്രതികരണം ഉണ്ടാവുമെന്നുള്ളത്. മുമ്പൊക്കെ ആരോപണം വരുമ്പോൾ ദൃശ്യങ്ങൾ നൽകാതെ ഉരുണ്ട് കളിക്കുന്ന ഒരു സ്വഭാവം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടായിരുന്നു. 45 ദിവസം വരെ ദൃശ്യങ്ങൾ നശിപ്പിക്കുവാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതി പോലും നൽകിയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഉറപ്പായും നിയമ പോരാട്ടത്തിലേക്ക് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ കടക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സുപ്രീം കോടതി അടക്കം ഈ വിഷയം സൂക്ഷ്മതയോടെ നോക്കിക്കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വലിയ തലവേദന ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആദ്യ ഘട്ടം കഴിഞ്ഞ ഉടൻ ഒരു തന്ത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്ന ഒരു ബൂത്തിലും റീപോളിംഗ് ആവശ്യമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 121 സീറ്റുകളിലെ 45,000-ഓളം പോളിംഗ് സ്റ്റേഷനുകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത്. 121 മണ്ഡലങ്ങളിലെയും സൂക്ഷ്മ പരിശോധന പൂർത്തിയായി എന്നതാണ് കമ്മീഷന്റെ വാദം. കമ്മീഷൻ നിയോഗിച്ച 121 റിട്ടേണിംഗ് ഓഫീസർമാരും 121 നിരീക്ഷകന്മാരും സ്ഥാനാർത്ഥികളിലെ 455 ഏജന്റുമാരും സൂക്ഷ്മ പരിശോധനയിൽ പങ്കെടുത്തു എന്നതാണ് പറയുന്നത്. ഒരു പോളിംഗ് സ്റ്റേഷനിലും പൊരുത്തക്കേടുകളോ ക്രമക്കേടുകളോ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് റീപോളിംഗ് ശുപാർശ ചെയ്യാത്തത് എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. എന്നാൽ ഇവിടം കൊണ്ട് ഈ വിഷയം വിട്ടുകളയാൻ രാഹുലും കൂട്ടരും തയ്യാറാകില്ല. മുമ്പ് ആവശ്യപ്പെട്ടപ്പോൾ നൽകാതിരുന്ന ഡിജിറ്റൽ തെളിവുകൾ ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകേണ്ടി വരും. കാരണം സുപ്രീം കോടതിയുടെ ഒരു കണ്ണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലുണ്ട്. അതുകൊണ്ട് തന്നെ പഴയ പോലെ ഉരുണ്ടുകളിയൊന്നും നടക്കില്ല എന്നത് ഉറപ്പാണ്. 65 ലക്ഷത്തോളം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ രാഹുലിൻ്റെ പത്രസമ്മേളനത്തിൽ ബീഹാറിലെ വോട്ട് നഷ്ടപ്പെട്ട ചിലരെ കാണിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലുള്ള നിരവധി പേരെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ പോരാട്ടത്തിന് ബീഹാർ വേദിയാകാൻ പോകുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. എന്തായാലും ആദ്യഘട്ട വോട്ടെടുപ്പ് വലിയ പ്രശ്നമില്ലാതെ കഴിഞ്ഞിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 65% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നവംബർ 11 നടക്കും. രണ്ടാം ഘട്ടത്തിൽ ഏതാണ്ട് 60 മണ്ഡലങ്ങളിൽ അട്ടിമറി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കോൺഗ്രസ് നേരത്തെ തന്നെ ആരോപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. തകരാറ് സംഭവിച്ച EVM മെഷീനുകൾ കൊണ്ടുവരുന്നു എന്നുള്ള ആക്ഷേപമാണ് രണ്ടാം ഘട്ടത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്.